ഗുഡ് മോർണിംഗ്. ഓൾജിബ്രാക് എക്സ്പ്ലനേഷനിലെ മറ്റു വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ? എളുപ്പമല്ലേ? അപ്പം നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ആദ്യം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എഴുതേണ്ടത് ഇത് എന്ത് കാണാനാണ്? ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് നോക്കണേ. ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാനാണ്. മൊത്തം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഓൾജിബ്രാക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അത് വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെ അവരുടെ സൈനുകൾ എന്താണ് അപ്രോപ്രിയേറ്റ് സൈന് അതും കൊടുത്തിട്ട് ഓൾജിബ്രാക് എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് നോക്കാം. ഫസ്റ്റില് ഇവിടെ നോക്കിയേ, സബ്ട്രാക്ഷൻ ഓഫ് ഇസഡ് ഫ്രം വൈ. വി ഹാവ് ടു സബ്ട്രാക്ട് ഇസഡ് ഫ്രം വൈ. Here what is the calculation or what is the action? Here action is subtraction. Subtract ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യുക. ഏതിൽ നിന്ന്? ഇസഡ് ഫ്രം വൈ. ഫ്രം ഏതിൽ നിന്ന്? അപ്പൊ അതായിരിക്കണം നമ്മൾ ആദ്യം എഴുതുന്നത്. ഫ്രം വൈ എന്ന് പറയുമ്പോൾ ഏതിൽ നിന്ന് കുറയ്ക്കാൻ പറയുന്നു, അല്ലെ ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറയുന്നു, ആ സംഖ്യ നമ്മൾ ആദ്യം എഴുതണം. അല്ലാതെ ഇസഡ് ആദ്യം എടുത്ത് എഴുതരുത്. അപ്പൊ ഇവിടെ ഫ്രം ഏതാ പറഞ്ഞേ? വൈ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? ഫസ്റ്റ് വൺ ആണ് വൈ. Here what is the action? Subtraction. Then subtraction എന്ന സൈൻ മൈനസ് സൈൻ, then z. കേട്ടോ? Subtract z from y. Okay. Second one. 1/2 of the sum of numbers x and y. Here what are the numbers? Numbers ഏതൊക്കെയാണ്? x ഉം y ഉം. Then what is the action? Sum. Sum എന്ന് പറഞ്ഞാൽ തന്നെയാണ് ആഡ് ചെയ്യുക, അല്ലേ? അപ്പൊ നമുക്ക് സം ചെയ്യാം. എക്സും വൈയും, എക്സ് പ്ലസ് വൈ ഞാൻ സം ചെയ്തു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ 1/2. ആരുടെ? സം. ഈ സമ്മിന്റെ 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്നാ? 1/2 അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 1/2 ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? എക്സിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. സമ്മിന്റെ 1/2 എന്നാ. അപ്പൊ നമുക്ക് ഇവർക്ക് അപ്പൊ ഇത് ഈ ബോത്ത് ആക്ഷൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബ്രാക്കറ്റിൽ ഇടണം. ഇപ്പൊ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഹാഫ് എക്സിന് മാത്രമേ ഇൻക്ലൂഡ് ആകത്തുള്ളൂ. ഇപ്പൊ ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ സമ്മിന് രണ്ടിനും എക്സിനും വൈക്കും ബാധകമാകും. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ. തേർഡ് വൺ, ദ നമ്പർ ഇസഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇസഡ്. ഹിയർ വാട്ട് ഈസ് ദ നമ്പർ? ഇസഡ്. ആക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇസഡിനെ ഇസഡ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോണേ. ഇസഡിനെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇസഡ് ഇൻറ്റു ഇസഡ്, ഇസഡ് സ്ക്വയർ. എളുപ്പമല്ല മക്കളെ? സിമ്പിൾ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതല്ല, ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാകുന്നതാണ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. 1/4 of the product of numbers p and q. Here what are the numbers? നമ്മൾ അങ്ങനെ ആദ്യം നോക്കണം കേട്ടോ. നമ്പർ ഏതാണ്? Here numbers are p and q. Then what is the action? Product. Product means multiplication. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ അല്ലേ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പിയും ക്യൂ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ എഴുതുവാണ്. പിയും ക്യൂ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടും? പി ഇൻറ്റു ക്യൂ, പി ക്യൂ. ഇനി അതിന്റെ 1/4 ഓഫ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ നീക്കിയെഴുതട്ടെ. ഈ പ്രോഡക്റ്റിന്റെ 1/4 എന്ന് പറഞ്ഞാൽ എന്നാ? 1/4. ഇവിടെ ബ്രാക്കറ്റ് ഇടണം. ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇനി എന്താണ് കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ കുഴപ്പമുണ്ട്, ഇട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ട്. കാരണം ഇത് രണ്ടും അഡീഷൻ ആണ്. എക്സും വൈയും അഡീഷൻ ആണ്. നമ്മൾ ഹാഫ് ഇട്ട് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ എക്സിന് മാത്രമേ ബാധകമുള്ളൂ. പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ 1/4 ഇട്ടാൽ അതിന് രണ്ടിനും ഈ 1/4 ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പം ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഹിയർ വാട്ട് ആർ ദ നമ്പേഴ്സ്? എക്സ് ആൻഡ് വൈ. ആക്ഷൻ ബോത്ത് സ്ക്വയർ. രണ്ടും എന്ത് ചെയ്യാൻ പറഞ്ഞ? സ്ക്വയർ ചെയ്യാൻ. ഏതൊക്കെ? എക്സിന്റെ സ്ക്വയർ. ആദ്യം എക്സിന്റെ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ. ദെൻ വൈയുടെ സ്ക്വയർ എത്രയാ? വൈ സ്ക്വയർ. അത് എന്ത് ചെയ്യണം പറഞ്ഞേക്കുന്നേ? ബോത്ത് സ്ക്വയർഡ് ആൻഡ് ആഡഡ്. പിന്നെ അവർ നമ്മൾ എന്ത് ചെയ്യണം? ആഡും കൂടെ ചെയ്യണം. മനസ്സിലായോ? നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ആക്ഷൻ സ്ക്വയർ. രണ്ട് ആക്ഷൻ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് സ്ക്വയർ, അവരെ ഞാൻ സ്ക്വയർ ചെയ്തു. എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, ദെൻ ആഡഡ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, സിക്സ്ത് വൺ. Here number 5 added to. Numbers are 5. Here the action is added to. തീർന്നല്ലോ. ഇവിടെ ഒത്തിരി ആക്ഷൻസ് ഉണ്ട്.
3 times ആരുടെ 3 times the product of numbers m and n. അപ്പൊ നമുക്ക് ഈ ഭാഗം ആദ്യം ചെയ്യാം. 5 ആഡ് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഭാഗം ആദ്യം ചെയ്യാം. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് m and n. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ പ്രോഡക്റ്റ് m ഇൻറ്റു എമ്മും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്നാ കിട്ടി? mn. ഓക്കെ, അവരുടെ ആര് 3 ടൈംസ്, ഇവരുടെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇൻറ്റു 3. 3 ടൈംസ് ഇൻറ്റു 3. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? 3mn ആണല്ലോ. mn ഇൻറ്റു 3 3mn. അതിനോട് നമ്പർ 5 ഈസ് ആഡഡ്. ഈ കിട്ടുന്നതിനോട് നമ്പർ 5 ആഡ് ചെയ്യാം. കണ്ടോ ഓൾജിബ്ര എക്സ്പ്രഷൻ കണ്ടോ? ഇത് ആദ്യം തന്നെ എഴുതി വെക്കരുത്. നമ്മൾ ഫുൾ വായിച്ചിട്ട് ഇതിലേതാണ് ആദ്യം നടക്കുന്നത് അല്ലെ? ഇവിടെ ആദ്യം ഏതാ നടക്കുന്നത്? ഇത് ആഡ് ചെയ്യുക. ആരോട്? ഇവരോട് ആഡ് ചെയ്യുക. അതുകൊണ്ട് ഇവരുടെ ഈ ആക്ഷൻ ആദ്യം എടുക്കണം. ഈ ആക്ഷൻ ഇച്ചിരി വലുതാണ്. ആദ്യം എമ്മും എന്നും കൂടെ പ്രോഡക്റ്റ്, then അതിന്റെ 3 times, then 5 is added. Next one, 7th one. Okay, product of y and z. Here the numbers are y and z and the action is subtracted. Subtract ചെയ്യുന്ന മൈനസ് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് എക്സും വൈയും അവരുടെ ആക്ഷൻ എന്നാണ്? പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആദ്യം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ആണല്ലോ. അതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? അല്ല, സബ്ട്രാക്റ്റഡ് ഫ്രം 10. 10ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിലാ? ഫ്രം 10. അപ്പൊ അത് ആദ്യം ആരെഴുതണം? 10 മൈനസ് എക്സ് വൈ. എക്സ് വൈ എക്സിന്റെയും വൈയുടെയും പ്രോഡക്റ്റ് 10ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, 7th one. Okay, sorry, 7th അല്ല, 8th one. Sum of the numbers a and b. Here first action is numbers are a and b and the first action is sum. എയും ബിയും സബ്ട്രാക്ട് ചെയ്യുക. സോറി, സം കാണുക. എയുടെയും ബിയുടെയും സം എത്രയാണ്? a plus b. Then subtracted from the product. ഇത് ഈ എ പ്ലസ് ബി ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇവരുടെ പ്രോഡക്റ്റ്. ആരുടെ പ്രോഡക്റ്റ്? എയുടെയും ബിയുടെയും പ്രോഡക്റ്റ്. അപ്പം നമുക്ക് ആദ്യം അത് എഴുതാം. എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്നായിരുന്നു? എ ഇൻറ്റു, അത് ഞാൻ ആദ്യം എഴുതുന്ന ഫ്രം പ്രോഡക്റ്റ് എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അതായിരിക്കും ആദ്യം നടക്കുന്ന ആക്ഷൻ. അപ്പൊ എ ഇൻറ്റു ബി എത്രയാണ്? എ ബി ആണല്ലോ. എനിക്കിത് മാറ്റി എഴുതട്ടെ. എ ഇൻറ്റു ബി എത്രയാണ്? എ ബി. അപ്പം സം ഓഫ് ദ നമ്പേഴ്സ് എ ആൻഡ് ബി. അപ്പൊ പിന്നെ വേറൊരു ആക്ഷനോട് ഇവിടെ നടന്നു. ഏതൊക്കെയാണ്? ഇത് പ്രോഡക്റ്റ് അല്ലേ? അടുത്ത വേറൊരു ആക്ഷൻ നടന്നു, സം. എന്താണ്? എയുടെയും ബിയുടെയും സം. അതെന്നാണ്? എ പ്ലസ് ബി. അപ്പം ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞേ? പ്രോഡക്റ്റിൽ നിന്ന് സമ്മ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അതെങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഏതാണ്? എ ബി. അതിൽ നിന്ന് സമ്മ്. സമ്മ് എത്രയാണ്? എ പ്ലസ് ബി. സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഇതുപോലെ ബ്രാക്കറ്റ് കൊടുക്കണം എ പ്ലസ് ബിക്ക്. കാരണം സമ്മാണ്, ഒരുമിച്ച് കിടക്കുന്നതാണ്. ഇത് ആക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ഇത് സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എ പ്ലസ് ബി എന്തിൽ കൊടുക്കണം? നമുക്ക് എപ്പോഴും പ്രോഡക്റ്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, അത് ഒരുമിച്ച് നടക്കുന്ന ആക്ഷൻ ആണെങ്കിൽ എപ്പോഴും അതിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും കറക്റ്റ് ഫോം. ഓക്കെ, അത് കൊടുക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ല മക്കളെ? ഒന്ന് നോക്കുക കേട്ടോ. ഇല്ല, ഒന്നുകൂടെ 1-2 പ്രാവശ്യം കേട്ടൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്, വായിച്ച് എഴുതി നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഓക്കെ, താങ്ക് യു.